തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട ഡിവിഷനുകളിലുണ്ടായ തോൽവിയിൽ തലവേദന വിട്ടൊഴിയാതെ കോൺഗ്രസ്. പാറോപ്പടി ഡിവിഷനിലെ തോൽവിയെ കൂടാതെ പാളയം ഡിവിഷനിലെ തോൽവിക്കും കാരണം സ്ഥാനാർത്ഥിയെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കാല് വാരിയതാണെന്നാണ് പ്രധാന ആരോപണം. ഇതിന്റെ പേരിൽ കോൺഗ്രസിനകത്ത് തർക്കവും ഉടലെടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന പാളയം ഡിവിഷൻ കഴിഞ്ഞ തവണ CPI പിടിച്ചെടുത്തിരുന്നു. ഇത്തവണ അത് തിരികെ പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെയായിരുന്നു കോൺഗ്രസ് നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത്. കോൺഗ്രസിലെ വനിതാ നേതാവായ അൻവറ തെക്കോത്തായിരുന്നു UDF സ്ഥാനാർത്ഥി. LDFന് വേണ്ടി CPIയിലെ സാറ ജാഫറും മത്സരിച്ചു. കൊട്ടിക്കലാശത്തിനുൾപ്പെടെ കോൺഗ്രസ് പൊലിമുകൂട്ടിയെങ്കിലും പരാജയമായിരുന്നു ഫലം. നിലവിലെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും മുൻ കോർപ്പറേഷൻ കൗൺസിലറും ചേർന്ന് UDF സ്ഥാനാർത്ഥിയെ കാലുവാരിയെന്നാണ് പാർട്ടിക്കകത്തു നിന്നും ഉയരുന്ന ആരോപണം. എന്നാൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനത്തിലെ വീഴ്ചയാണ് തോൽവിക്ക് കാരണമെന്ന് എതിർപക്ഷവും ആരോപിക്കുന്നു. പാളയം ഡിവിഷനിലെ തോൽവി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നവർ ഇതിനിടെ DCC നേതൃത്വത്തിന് പരാതിയും കൈമാറി. ഈ തോൽവിയെ ചൊല്ലി കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് തർക്കവും സജീവമായി കഴിഞ്ഞു. എന്നാൽ ഈ പരാതിയിൽ DCC നേതൃത്വം ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടുമില്ല. പാളയത്തെ തോൽവിയെ ചൊല്ലി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കവും പതിവായി കഴിഞ്ഞു. അതേസമയം പാറോപ്പടി ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയും KPCC ജനറൽ സെക്രട്ടറിയുമായ PM നിയാസിന്റെ തോൽവി സംബന്ധിച്ച റിപ്പോർട്ടിൽ ഇതുവരെ നേതൃത്വം നടപടിയെടുത്തിട്ടില്ല. KP ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്.